പോരാട്ടത്തിന് ഉള്ള സാധ്യതയാണ്. പാലക്കാട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനുള്ള സാധ്യത. രാഷ്ട്രീയമായി ഒട്ടേറെ നീക്കങ്ങൾ നടക്കുന്ന ജില്ല എന്നുകൂടി പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങളുടെ പശ്ചാത്തലം, വി കെ ശശിയെ പോലെ ഒരു മുതിർന്ന CPIM നേതാവ് പാർട്ടി വിടുന്ന രാഷ്ട്രീയ പശ്ചാത്തലം, അവിടെ വിമത ഗ്രൂപ്പുകൾ ശക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് CPIM-നെ എതിരായി നിലപാട് സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കൂട്ടായ്മ അവിടെ രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരം രാഷ്ട്രീയ പശ്ചാത്തലത്തിലൂടെയാണ് പാലക്കാട് കടന്നു പോകുന്നത് എങ്കിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അവർക്ക് ഭരണ തുടർച്ചയ്ക്കുള്ള ഒരു പ്രതീക്ഷ പുലർത്താൻ സാധിക്കുന്നു. അതായത് പിണറായി 3.0 എന്ന നിലയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. നേരത്തെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള പരസ്യങ്ങൾ PRD-യിൽ നിന്ന് പുറത്തു വരുന്ന സാഹചര്യം, സൈബർ ഇടങ്ങളെ അടക്കം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നത്, അങ്ങനെ ഒരു സൈബർ വിങ് തന്നെ ഇപ്പോൾ CPM-ന് വേണ്ടി പ്രവർത്തിക്കുന്ന സാഹചര്യം, അതിന് നേതൃത്വം നൽകിക്കൊണ്ട് മുൻ മാധ്യമപ്രവർത്തകനായ നികേഷ് കുമാർ ഉള്ള സാഹചര്യം, ചില ക്യാമ്പയിനുകൾ അടക്കം, അതായത് ഇരുണ്ട യുഗം, ഇരുണ്ട കാലഘട്ടം എന്ന നിലയിൽ UDF-ന്റെ പ്രവർത്തനത്തിൻ്റെ UDF കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോരായ്മകൾ കുറിച്ചുള്ള ക്യാമ്പയിനുകൾ നടക്കുന്ന സാഹചര്യം. അങ്ങനെ അരുൺ, എല്ലാ തരത്തിലുമുള്ള സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് നേരിടുകയാണ് ഇടതുപക്ഷം. അപ്പോഴും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പൊതുസമൂഹം ഉന്നയിക്കുന്ന നിരവധിയായ സംശയങ്ങളുണ്ട്. അതായത് വികസനം ഉയർത്തിക്കാണിക്കുമ്പോൾ പോലും പല നേതാക്കളുടെയും ഇടപെടലുകൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് നേരെ വിമർശനമുയർന്നാൽ അതിനെ നേരിടുന്ന രീതി, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലയ്ക്കടിച്ച സാഹചര്യം, ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ചു തിരിച്ചു, കൈയൊടിച്ചു എന്നൊക്കെ ഒരു പാർട്ടിയുടെ സെക്രട്ടറി തന്നെ മാധ്യമങ്ങളോട് വന്ന് പറയുന്ന സാഹചര്യം, ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള വിവാദങ്ങൾ, ഇത് മറയ്ക്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നത് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലാണ് എങ്കിൽ, അതുപോലെയല്ല എങ്കിൽ പോലും ഒരു ആരോപണം, ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് ഗണേഷ് കുമാറിൻ്റെ ഭാര്യ പറയുമ്പോൾ അതിനെ കുടുംബ പ്രശ്നമാക്കി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ നേട്ടങ്ങൾ ഒരു ഭാഗത്ത് എണ്ണിപ്പറയുമ്പോഴും വിവാദങ്ങൾ ഈ സർക്കാരിനെ ഏറെ വേട്ടയാടിയിട്ടുണ്ട്. അതിൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും എന്താണ് LDF-ന്റെ ഒരു പ്രതീക്ഷ? LDF മറികടക്കേണ്ടത് എന്തു പ്രതിസന്ധിയാണ് ആരും? ഒരുപാട് വിവാദങ്ങളുണ്ട്, ഒരുപാട് എതിർപ്പുകൾ സർക്കാരിനെതിരെ ഉണ്ട്. പക്ഷേ അതെല്ലാം മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. മുഖ്യമന്ത്രിയും മന്ത്രിമാരോടുമൊക്കെ MLA-മാരോടുമൊക്കെ പറഞ്ഞത് തന്നെയാണ്, മറ്റു വിവാദങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. MLA-മാരോട് മുഖ്യമന്ത്രി ഏതാണ്ട് 1.5 വർഷം മുമ്പ് അവരോട് പറഞ്ഞത്, നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും ശ്രദ്ധ തിരിക്കേണ്ട, നിങ്ങൾ മണ്ഡലങ്ങളിലേക്ക് പോകണം, അവിടെ പരമാവധി വികസന പ്രവർത്തനങ്ങൾ നടത്തണം, അതിന് പണം തടസ്സമാവില്ല. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കടന്നു പോകുമ്പോഴാണ് MLA-മാർക്ക് മുഖ്യമന്ത്രി ഇങ്ങനൊരു നിർദ്ദേശം നൽകിയത്. നിങ്ങൾ മണ്ഡലങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മണ്ഡലങ്ങളിൽ വികസനം, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുക. അതുതന്നെയാകും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഗുണം ചെയ്യാൻ പോകുക എന്നൊരു പ്രതീക്ഷയാണ് ഇടതുമുന്നണിക്കുള്ളത്. ഓരോ മണ്ഡലത്തിലെയും MLA-മാരുടെ പ്രവർത്തനം ജനം വിലയിരുത്തും. സർക്കാരിന്റെ പൊതുവായ ഒരു 10 വർഷം തുടർച്ചയായി ഭരിക്കുന്ന സർക്കാരിന് സ്വാഭാവികമായും വിരുദ്ധ വികാരമുണ്ടാകാം, ഭരണവിരുദ്ധ വികാരമുണ്ടാകാം. അത് സർക്കാർ തള്ളിക്കളയുന്നില്ല. പക്ഷേ ആ ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ മറികടക്കാൻ തക്ക വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും സംസ്ഥാനം നടന്നിട്ടുണ്ട്. MLA-മാർക്ക് ജനം മാർക്കിട്ടാൽ അവിടെ പിണറായി സർക്കാരിലുള്ള ഇടതുമുന്നണിയിലുള്ള ഇപ്പോഴത്തെ MLA-മാർ ഒരിക്കലും പിന്നോട്ട് പോയില്ല. അപൂർവം ചില MLA-മാർക്കെതിരെ മാത്രമാണ് എന്തെങ്കിലും മോശം പ്രതികരണങ്ങൾ മണ്ഡലങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. പക്ഷേ മഹാഭൂരിഭാഗം MLA-മാർക്കും മികച്ച പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. പോരായ്മയുള്ള മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നേരത്തെ തന്നെ MLA-മാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങളുടെ അങ്ങേയറ്റം കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഉയർന്നു വന്ന സർക്കാർ വിരുദ്ധ വികാരം, അത് ശബരിമല ഉൾപ്പെടെ വിഷയങ്ങളിലുണ്ടാകാം, അല്ലെങ്കിൽ ഈ ഞാൻ സൂചിപ്പിച്ചത് തുടർച്ചയായി ഭരിക്കുന്ന സർക്കാരിനെതിരെ ഉണ്ടാകാവുന്ന വിഷയങ്ങളുണ്ടാകാം. ഏറ്റവും ഒടുവിൽ KV ഗണേഷ് കുമാറിന് സംസ്ഥാന സർക്കാരിന്റെ ഇടതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ സ്ത്രീ സുരക്ഷ എന്നുള്ളതാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്ന സർക്കാരാണ്. ആ സർക്കാരിലെ മന്ത്രിക്കെതിരെയാണ് സ്വന്തം ഭാര്യ തന്നെ അത്തരമൊരു ആരോപണമായി രംഗത്ത് വന്നത്. പക്ഷേ അത് കുടുംബ പ്രശ്നമെന്ന് പറഞ്ഞ അവർ തന്നെ ആ പരാതി പിന്നോട്ട് പോയ സാഹചര്യത്തിൽ അത് കാര്യമായ തിരിച്ചടി ഉണ്ടാക്കില്ല എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ തിരിച്ചടി മാറുമായിരുന്നു, തദ്ദേശ മാറിയിട്ടുണ്ട്. അതും
പാച്ചപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് CPM-ന്റെ പ്രതീക്ഷ. ജനസമ്പർക്കത്തിലൂടെ ജനങ്ങളോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തെറ്റിയത് എല്ലാവരും കൃത്യമായി ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പ് നൽകി CPM പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ജയിലിലായത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് CPM കടന്നിരിക്കുകയാണ്. അങ്ങനെ ആ വിഷയത്തിൽ തെറ്റിയത് എല്ലാവരും ശിക്ഷിക്കപ്പെടും. ശബരിമല സ്ത്രീ പ്രവേശം ബന്ധപ്പെട്ട മുൻ നിലപാടിൽ നിന്ന് സർക്കാർ യു-ടേൺ അടിച്ച് നമ്മൾ കണ്ടതാണ്. യുവതീ പ്രവേശത്തെ അങ്ങേയറ്റം അനുകൂലിച്ച ഇടതുമുന്നണി യുവതീ പ്രവേശം പാടില്ല നിലപാടിലേക്ക് സുപ്രീം കോടതിയിൽ പോലും എത്തിയിരിക്കുന്നു. 2009 സത്യവാങ്മൂലത്തിൽ VS സർക്കാർ കാലത്തിലെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞതുപോലെ ഹിന്ദു മതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ആളുകളും അതുപോലെ പണ്ഡിതരും അതുപോലെ തന്നെ അഴിമതിയുടെ കറപുരളാത്ത കറക്റ്റല്ലാത്ത സാമൂഹ്യ പരിഷ്കർത്താക്കളും അടങ്ങുന്ന കമ്മീഷൻ നിയോഗിക്കണമെന്ന ആവശ്യം ഇന്നലെ സർക്കാർ സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ വിശ്വാസികൾ ഒപ്പം നിൽക്കുമെന്ന പ്രതീക്ഷ സർക്കാരിനും ഇടതുമുന്നണിക്കുമുണ്ട്. ഏതാണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ മുൻകാലങ്ങളിതുപോലെ നേരത്തെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഇടതു കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ AK സെന്ററിൽ നിന്ന് CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരും. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാണ്. സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കിക്കഴിഞ്ഞു. ഇനി ഘടകകക്ഷികളുമായി ചില തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസം നിൽക്കുന്ന മണ്ഡലങ്ങളിൽ മാത്രമാണ് സ്ഥാനാർത്ഥി തീരുമാനമാകാനുള്ളത്. മറ്റേതാണ്ട് എല്ലാ സ്ഥാനാർത്ഥികളെയും CPM ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ പ്രഖ്യാപിക്കും. CPI സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞാലുടൻ CPI സ്ഥാനാർത്ഥികളെ അവരുടെ 25 സീറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. നേരത്തെ തന്നെ CPM-ന്റെ തിരുവനന്തപുരത്തേക്ക് സ്ഥാനാർത്ഥികൾ ഏകദേശം തീരുമാനമായതാണ്. 14 സീറ്റാണ് തിരുവനന്തപുരത്തുള്ളത്. അതിൽ 10 CPM-ആണ്. സിറ്റിംഗ് സീറ്റാണ് 10. CPI 2 മത്സരിക്കുന്നുണ്ട്. വർക്കലയിൽ V. ജോയ് നിലവിലെ വർക്കല MLA 3-ാം ടൈമിലും V. ജോയ് തന്നെ മത്സരിക്കും. ചിറയൻകീഴിൽ പുതുമുഖ സ്ഥാനാർത്ഥിയാണ് CPI-ക്ക് മനോജ് B. ഇടമൻ എന്ന CPI-യുടെ സംസ്ഥാന കൌൺസിൽ അംഗം അവിടെ സ്ഥാനാർത്ഥിയാകും. നെടുമങ്ങാട് മന്ത്രി G. ആനന്ദിൽ 2-ാം ടൈമിൽ നെടുമങ്ങാട് വീണ്ടും മത്സരിക്കുകയാണ്. വാമനപുരത്ത് CPM-ന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയ DK മുരളി 3-ാം ടൈമിൽ വാമനപുരത്ത് മത്സരിക്കും. കഴക്കൂട്ടത്തെ സംസ്ഥാന സമിതി അംഗം കടകംപള്ളി സുരേന്ദ്രൻ തുടർച്ചയായ 3-ാം തവണ മുൻ ദേവസ്വം മന്ത്രി കൂടിയ കടകംപള്ളി കഴക്കൂട്ടത്ത് ഒരിക്കൽ കൂടി അംഗത്തിനിറങ്ങും. വട്ടിയൂർക്കാവിൽ 2019 ഉപതെരഞ്ഞെടുപ്പിലൂടെയും പിന്നീട് 2021 പൊതുതെരഞ്ഞെടുപ്പിലും വിജയിച്ചു വന്ന പഴയ മേയർ ബ്രോ MLA ബ്രോ VK പ്രശാന്ത് അവിടെ വീണ്ടും മത്സരിക്കുമെന്ന് ഉറപ്പാണ്. തിരുവനന്തപുരം സീറ്റിലാണ് ഇപ്പോൾ ഒരു അനിശ്ചിതത്വമുള്ളത്. ആന്റണി രാജുവിനെ അയോഗ്യനാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആന്റണി രാജുവിന്റെ പാർട്ടിക്ക് തന്നെ സീറ്റ് വേണമെന്ന ആവശ്യം അവർ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആന്റണി രാജുവിന്റെ അനുകൂല വിധി ഇനി അവർ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരാൾ അവിടെ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും. നേമത്ത് V. ശിവൻകുട്ടി BJP-യുടെ അക്കൌണ്ട് പൂട്ടിച്ച V. ശിവൻകുട്ടി ഇരട്ട താഴിട്ടത് പൂട്ടുമെന്ന് ഇരട്ട താഴിട്ട് പൂട്ടും ഒന്നുകൂടി ശക്തമായി പൂട്ടുമെന്ന് അല്പസമയം മുമ്പ് ഇവിടെ വെച്ച് നമ്മോട് പ്രതികരിച്ച് അദ്ദേഹം ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ശിവൻകുട്ടി വീണ്ടും മത്സരിക്കും. അരുവിക്കരയിൽ G. സ്റ്റീഫൻ 2-ാം ടൈമിലും എത്തുന്നുണ്ട്. പാറശാലയിൽ CK ഹരീന്ദ്രൻ ഏറെ ജനകീയനായ MLA ആണ്. 3-ാം ടൈമിലും അദ്ദേഹം അവിടെ വരുന്നു. കാട്ടാക്കട IB സതീഷ് 3-ാം ടൈമിലും വരുന്നു. കോവളം സീറ്റ് CPM ഏറ്റെടുക്കാൻ ആലോചിക്കുന്നു. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ സീറ്റാണത്. അത് വിട്ടുകൊടുക്കാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. അത് ഏറ്റെടുത്താൽ CPM അവിടെ ഒരു പൊതുസോദനെ മത്സരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നോ നാളെയോ അതിലൊരു തീരുമാനമാകും. അങ്ങനെയെങ്കിൽ അതും CPM മത്സരിക്കുന്ന സീറ്റായി മാറും. നേരത്തെ ആൻസരൻ 3-ാം ടൈമും മത്സരിക്കും. ഇങ്ങനെയാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളുടെ ഏകദേശ ചിത്രം. CPM-ന്റെയും 10 CPI-യുടെ 2 സ്ഥാനാർത്ഥികളും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി അറിയേണ്ടത് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതാണ്. അങ്ങനെ വലിയ പ്രതീക്ഷയിലാണ് സംസ്ഥാനം ഒട്ടാകെ. ഇടതുമുന്നണി ഭരണവിരുദ്ധ വികാരം എന്ന സാധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള ആ ഒരു പ്രതികൂല ഘടകത്തെ മറികടക്കാൻ വികസനം കൊണ്ടും ക്ഷേമം കൊണ്ടും കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഓരോ വികസന നേട്ടങ്ങളായി എണ്ണിപ്പറഞ്ഞ് സർക്കാർ വോട്ടുപിടിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് നൽകിയ ടൌൺഷിപ്പ് അടക്കം വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടി സർക്കാർ മുന്നോട്ട് പോകുന്നു. ദേശീയപാതയുടെ വികസനം, ദേശീയപാത ഉദ്ഘാടനത്തിന് ചെങ്കടം ഉൾപ്പെടെയുള്ള തലപ്പാടി പാത ഉദ്ഘാടനത്തിന് മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിയിലെ പ്രതിഷേധം. അങ്ങനെ രാഷ്ട്രീയമായും വികസനപരമായും ക്ഷേമപരമായും നിരവധി കാര്യങ്ങൾ എടുത്തുകാട്ടാനുണ്ട്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച ഇടതു സർക്കാരിനെതിരെ, ഇടതുമുന്നണിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയൊക്കെ ഉയർന്നിട്ടുള്ള വിമർശനങ്ങൾ, എതിർവികാരങ്ങൾ മറികടക്കാൻ ഈ വികസനവും ക്ഷേമ പ്രഖ്യാപനങ്ങളും കൊണ്ട് കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് പിണറായി 3.0-യുമായി ലക്ഷ്യമിട്ട് ഇടതുമുന്നണി മുന്നോട്ട് പോകുന്നത്. അഭിലാഷ്. അങ്ങനെ ഇടത് വലത് മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ എങ്ങനെ എന്നതാണ് നമ്മൾ പരിശോധിച്ചത്.